ഇതാണ് നനക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കും, പക്ഷെ ഇത്തിരി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേരുകൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ 3 നനക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഉടച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക്, ഇഞ്ചി, സവോള, പച്ചമുളകാണ്, അതെല്ലാം ചെറുതായി അരിഞ്ഞിട്ട് അത് ചേർക്കുക. പിന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടി 1 സ്പൂൺ ഗീയും അതുപോലെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മൾ ആലു പറാത്ത ഉണ്ടാക്കണ പോലെയാണ് ഇതിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് പരത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒന്ന് വെക്കുകയാണ് ചെയ്യണം കേട്ടോ. എന്നിട്ടൊന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യണം. ഇത് കഴിക്കുമ്പോൾ ചൂട്ടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് എൻ്റെ മോളിൽ നിന്ന് ലഞ്ചിന് ഇതാ കൊണ്ടുപോയിരിക്കണേ. പിന്നെ ഇത് കഴിക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ഇത് തന്നെ മതി, നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളൊന്നും ഈ ചേമ്പ് പുഴുങ്ങിയത്, ചേന പുഴുങ്ങിയത്, അതുപോലെ നനകിഴങ്ങ് പുഴുങ്ങിയതൊന്നും ചമ്മന്തി കൂട്ടിയൊന്നും കഴിക്കില്ല. അപ്പോൾ അവരെ കൊണ്ട് എങ്ങനെ കഴിപ്പിക്കാം എന്ന ഞാനൊരു ചിന്തയിലാണ് ഇങ്ങനെ ഞാൻ ചെയ്തത് കേട്ടോ. എന്തായാലും ഞാൻ സക്സസ് ആയി. എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി. ആരും പറയും, എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പച്ചനായാലും അമ്മച്ചിക്കായാലും മോൾക്കായാലും എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അതായത് നമ്മൾ ചപ്പാത്തിയുടെ മാവ് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് പൊടി തൂവി ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയിലാട്ടോ ഇത് പരത്താൻ. അറിയാമല്ലോ നമ്മൾ സാധാരണ പറാത്തൊക്കെ ആലു പറാത്തയ്ക്കൊക്കെ പരത്തണ പോലെ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തു. എന്നിട്ട് ചൂടായ നമ്മുടെ ചപ്പാത്തി കല്ലിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഈ ചപ്പാത്തി കല്ലിടുമ്പോഴേ ഗീ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ നല്ലെണ്ണയാണ് ചേർത്തത്, ഇവിടെ നല്ലെണ്ണയാണ് ചേർക്കാറ്. അപ്പം നല്ലെണ്ണ ചേർത്ത് 2 സൈഡൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തു കേട്ടോ. ആ ഫ്ലേവറൊക്കെ ഇല്ലേ, നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ വരുന്നത്. അത് കുക്കാവുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ കഴിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കല്ല, എല്ലാവർക്കും ഇഷ്ടമായി ഇത്. അപ്പോൾ എന്താ നമ്മുടെ പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നനക്കിഴങ്ങ് വെച്ചിട്ടുള്ള നമ്മുടെ പറാത്ത ഇതേ കണ്ട ഫില്ലിങ് കഴിക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് വയ്ക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ നനക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യട്ടോ. നല്ല അടിപൊളിയായിട്ടാണ്. പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ട. നമ്മളിങ്ങനെ എടുക്കുക, ഇങ്ങോട്ട് കഴിക്കുക.